അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥന പഠനത്തിൽ മറ്റൊരു പ്രാർത്ഥന നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ധർമ്മബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുതിയ ലോകത്ത് തിന്മകളിലേക്ക് നാം വഴിമാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് ധർമ്മബോധം ലഭിക്കുമ്പോൾ, സട്ടാവിങ്കൽ നിന്നുള്ളൊരു പ്രത്യേകമായ ഒരു കരുതൽ നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ തിന്മയിലേക്ക് ചാഞ്ഞു പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ പ്രാർത്ഥന വളരെ പ്രസക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു: അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. വളരെ ദീർഘമായ ഒരു പ്രാർത്ഥനയിൽ നിന്ന് വന്ന ഒരു ചെറിയ ഭാഗമാണ്. ആ പ്രാർത്ഥനയിൽ വന്ന ഭാഗം നമുക്ക് ഇങ്ങനെ വായിക്കാം: അല്ലാഹുമ്മ ആതി നഫ്സി, അല്ലാഹുവേ എൻ്റെ മനസ്സിന് നീ നൽകണമേ, തഖ്വാഹ അതിൻ്റെ ധർമ്മബോധം, സൂക്ഷ്മതാബോധം എനിക്ക് നൽകണമെന്ന, ആ മനസ്സിന് നീ എപ്പോഴും സൂക്ഷ്മതാബോധം നൽകണേന്ന, വസക്കിഹ നീ അതിനെ പരിശുദ്ധമാക്കണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ മനസ്സിനെപ്പോഴും ഒരു തസ്കിയത്തും തെർബിയത്തും ലഭിക്കുന്ന ഒരവസ്ഥ എനിക്ക് നൽകണമെന്ന, മാനസികമായ വിശുദ്ധി എനിക്ക് നൽകണമെന്ന. അൻത ഖൈറു മൻ സക്കാഹ, നീയാണ് അതിനെ ഏറ്റവും നന്നായിട്ട് സംസ്കരിക്കുന്നവൻ, അതാണ് അതിൻ്റെ അർത്ഥം. അൻത വലിയുഹ, നീയാണ് അതിൻ്റെ രക്ഷാധികാരി. അൻത മൗലാഹ, നീയാണ് അതിൻ്റെ മൗലയും യജമാനനും നീയാണ്. അപ്പോൾ മനസ്സിൻ്റെ ഉടമയായ നാഥ, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോഴും എനിക്ക് നീ ധർമ്മബോധം നൽകണമേ എന്നാണ് പ്രാർത്ഥന. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല വഴിയിലേക്ക് നീങ്ങണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് തഖ്വ. ആ തഖ്വ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ വഴിമാറി സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കാം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും: നിങ്ങൾ തഖ്വയുള്ളവരായിട്ട് മാറണം, അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് വിജയമുണ്ടാവുക. ആ തഖ്വ എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാം പ്രയാസപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ നമുക്കൊരു ആശ്വാസം ലഭിക്കുന്ന ഒരായുധം കൂടിയാണ്. സത്യത്തിൽ ഖുർആൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്: വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ധർമ്മബോധമുണ്ടെങ്കിൽ അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അവന് ചില വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ഉപജീവനവും അവൻ നമുക്ക് നൽകുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ധർമ്മബോധമുള്ള ഒരാൾക്കാണ്. മാത്രവുമല്ല, അയാൾക്ക് ഏത് സന്ദർഭത്തിലും, ഏത് യാത്രയിലും, ഏത് രഹസ്യ ജീവിതത്തിലും അയാൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ആ തഖ്വ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ സംസ്കരണം, അത് തഖ്വയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. മ്ലേച്ഛമായ വികാരങ്ങളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന്, ഊഹങ്ങളിൽ നിന്ന്, പകയിൽ നിന്ന്, അതേപോലെ തന്നെ അസൂയയിൽ നിന്ന് സംശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഖൽബുൻ സലീം എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് മാറണം. അതിനാണ് ശരിക്കും തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയുക. അത് നമുക്ക് ലഭിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം. നമുക്കൊക്കെ മനഃപ്പാടമാക്കാൻ വലിയ ഭാരമില്ലാത്ത, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനഃപ്പാടമാക്കാൻ കഴിയുന്ന, സുന്ദരമായിരിക്കുന്ന, ആശയസമ്പുഷ്ടമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ആതി നഫ്സി തഖ്വാഹ, എൻ്റെ നഫ്സിന് നീ ധർമ്മബോധം നൽകണമേ. വസക്കിഹ, നീ അതിനെ പരിശുദ്ധമാക്കണമേ. അൻത ഖൈറു മൻ സക്കാഹ, നീയാണ് അതിനെ ഏറ്റവും നന്നായി പരിശുദ്ധമാക്കാൻ കഴിയുന്നവൻ. അൻത വലിയുഹ വമൗലാഹ, നീയാണ് അതിൻ്റെ രക്ഷാധികാരിയും നീയാണ് അതിൻ്റെ യജമാനും. ഈ പ്രാർത്ഥനയും നമ്മൾ മനഃപ്പാടമാക്കുക. സർവ്വസ്ഥനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.